കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഏത് വിധേനയും UDF-ലേക്ക് കൊണ്ടുവരേണ്ടത് രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF നേട്ടമുണ്ടാക്കി. നമുക്കറിയാം, ഈ കോട്ടയത്തായാലും കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള, കേരള കോൺഗ്രസുകൾക്ക് സ്വാധീനമുള്ള കോട്ടയത്തായാലും പത്തനംതിട്ടയിലായാലും ഇടുക്കിയിലായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും UDF-ഉം ഒക്കെ തന്നെ നേട്ടമുണ്ടാക്കി. വലിയ തകർച്ച നേരിട്ടത് കേരള കോൺഗ്രസ് മാണിക്കാണ്, ജോസ് കെ മാണിക്കാണ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായും കോൺഗ്രസിന് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ ആത്മവിശ്വാസം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനില്ല. ആ ആത്മവിശ്വാസ കുറവാണ് ഇപ്പോൾ ജോസ് കെ മാണിയെ ഏത് വിധേനയും UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജോസ് കെ മാണിയെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണിയെ UDF-ലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഒരു 20 സീറ്റിലധികം ഒരു വിജയിക്കാവുന്ന ആത്മവിശ്വാസം UDF-ന് വരും. അത് ഈ കോട്ടയത്തായാലും പത്തനംതിട്ടയിലായാലും അല്ലെങ്കിൽ ഇടുക്കിയിലായാലും ഇപ്പോൾ എറണാകുളത്തിൻ്റെ ചില മേഖലകളിലായാലും ഒരുപക്ഷെ UDF-ന് നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്. നോക്കൂ, 2021 തെരഞ്ഞെടുപ്പിൽ 90-ലധികം സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ആകെ കിട്ടിയത് 21 സീറ്റാണ്. ആ 21 സീറ്റിൽ നിന്ന് 60 സീറ്റെങ്കിലും നേടാൻ കോൺഗ്രസിന് മാത്രമായി സാധിക്കുകയും മറ്റ് ഘടകകക്ഷികൾ കൂടുതൽ സീറ്റ് പിടിക്കുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസിന് സംസ്ഥാനം ഭരിക്കാൻ പറ്റൂ, UDF-ന് സംസ്ഥാനം ഭരിക്കാൻ പറ്റൂ. അതുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണിത്. തീർച്ചയായും ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജോസ് കെ മാണിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവർക്ക് അവരുടെ പാർട്ടിയെ തിരിച്ചു പിടിക്കുക എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ അപ്പോഴും നോക്കൂ, പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ ജോസ് കെ മാണി എന്തെങ്കിലും വിട്ടുവീഴ്ച വരുത്തുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കാം എന്നൊരുപക്ഷെ UDF തീരുമാനിച്ചാൽ മാണി സി കാപ്പൻ നേരെ LDF-ലേക്ക് ചേരും. അവിടെ മാണി സി കാപ്പൻ വീണ്ടും LDF-ൽ നിന്നുകൊണ്ട് പാലയിൽ മത്സരിച്ചാൽ ജോസ് കെ മാണിക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുമോ? അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് വരാനുള്ള എന്തെങ്കിലും സാധ്യതയുള്ളൂ. ആ ഉപാധികൾ അംഗീകരിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പവുമാകില്ല.